ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ആക്ച്വലി നമ്മളെ കോണിക് സെക്ഷൻ എന്ന ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്ടം ഓഫ് ദി എലിപ്സ്. ഈ എലിപ്സിന്റെ ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് 30 അല്ലേ? നമുക്ക് എല്ലാവർക്കും ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്ടം ഇക്വേഷൻ എന്താ 2b² അല്ലേ? 2b²a അതെന്താണ് 30 ആണ് അല്ലേ? ഇത് കട്ട് ചെയ്ത് 50 ആവൂലേ അല്ലേ? സോ b² എന്താണ് 15a ആണ്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞാ എക്സെൻട്രിസിറ്റി ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ അല്ലേ? അതായത് ആ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ആണെന്ത് എക്സെൻട്രിസിറ്റി. അങ്ങനെയെങ്കിൽ എക്സെൻട്രിസിറ്റി ആണെങ്കിൽ ആ ഫംഗ്ഷന് മാക്സിമം കണ്ട പോലെ ഫംഗ്ഷൻ ചാപ്റ്റർ മിക്സ് ചെയ്തു അല്ലേ? എന്താണ് ഫംഗ്ഷൻ? ഏതാ ഫംഗ്ഷൻ? ഏതാ f of t equal to -3/4 പ്ലസ് 2t മൈനസ് t². ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ആണെന്ത് എക്സെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് അല്ലേ? അങ്ങനെയെങ്കിൽ എക്സെൻട്രിസിറ്റി ആണെങ്കിൽ ഈ ഫംഗ്ഷന് മാക്സിമം വാല്യൂ കണ്ട പോലെ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫംഗ്ഷൻ മാക്സിമം ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 0 ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഫംഗ്ഷൻ മാക്സിമം ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ആദ്യം എന്ത് കാണും? ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. എന്താ ഈ ഫംഗ്ഷൻ ഡെറിവേറ്റീവ്? f'. മക്കളെ -3/4 ഡെറിവേറ്റീവ് 0 അല്ലേ? കോൺസ്റ്റന്റ് അല്ലേ? വാട്ട് ഈസ് ഡെറിവേറ്റീവ് 2t? 2 മൈനസ് വാട്ട് ഈസ് ഡെറിവേറ്റീവ് 2t? ഇതെന്താണ് 0 ആണ് അല്ലേ? ആ 2 - 2t 0 ആണെങ്കിൽ t 1 ആവണ്ടേ? t എന്താണ് 1 ആണ് അല്ലേ? അതായത് ഈ ഫംഗ്ഷൻ മാക്സിമം ആവണമെങ്കിൽ t എന്താണ് 1 ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫംഗ്ഷൻ മാക്സിമം ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 0 ആണ് അല്ലേ? അങ്ങനെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്താലേ ടി എന്ത് കിട്ടി? 1 കിട്ടി അല്ലേ? അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും? t 1 ആകുമ്പോഴാണ് ഫംഗ്ഷൻ മാക്സിമം ആവുക. അങ്ങനെ ആ ഫംഗ്ഷനിലേക്ക് ടി ആ ഫംഗ്ഷൻ മാക്സിമം വാല്യൂ എന്താ? ടിക്ക് 1 കൊടുത്താൽ പോലെ അല്ലേ? t 1 കൊടുക്കുമ്പോഴേ f1 എന്താ -3/4 പ്ലസ് 2 × t1 അല്ലേ? മൈനസ് t². 1² 1 ആവല്ലേ? അപ്പൊ തരാ -3/4 പ്ലസ് 1 അല്ലേ? അത്രയാ 1/4 അല്ലെ? അതായത് ആ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്താണ്? 1 ആണ്. ആ ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ അല്ലേ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞത്? അപ്പൊ എക്സെൻട്രിസിറ്റി എന്താണ് 1/4 ആണ് അല്ലെ? ആ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്താണ്? ആ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്താണ്? എക്സെൻട്രിസിറ്റി ആണ്. ആ എക്സെൻട്രിസിറ്റി അപ്പൊ ഫംഗ്ഷൻ മാക്സിമം 1/4 കിട്ടിയില്ലേ? അങ്ങനെ എക്സെൻട്രിസിറ്റി 1/4 അല്ലെ? അങ്ങനെ നമുക്ക് എന്ത് കാണാം? a² + b² ആണ് അല്ലെ? അവിടെ a² + b² ആണെങ്കിൽ a² b² കാണും. അതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് a²? b² + c² അല്ലേ? a² എന്താ? b² + c². ഇനി ഞാനേ ഈ എക്സെൻട്രിസിറ്റിയുടെ ഇൻഫോർമേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി ഞാനേ എല്ലാ ടേമിനും ഈ a² കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ചില ആൾക്കാരൊക്കെ ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ബൈഹാർട്ടിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ? ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ? ഇവിടെ ആര് കയറി വരും? c²/a² കയറി വരും അല്ലേ? c²/a² എന്ന് പറഞ്ഞാൽ c/a സ്ക്വയർ അല്ലേ? c/a എക്സെൻട്രിസിറ്റി അല്ലേ? അപ്പൊ എക്സെൻട്രിസിറ്റി സ്ക്വയർ അല്ലേ വരിക? ഇതാരാ ശരിക്ക്? a²/a² 1 അല്ലേ? പ്ലസ് അടാ b²/a² എന്താ? അടാ b²/a² ഞാൻ വേണമെങ്കിൽ ഒന്ന് ആലോചിക്കണേ. b²/a × a എഴുതി കൂടെ അല്ലെ? b²/a × a b²/a² അല്ലേ? അങ്ങനെ എഴുതാൻ കാരണം എന്താ? b²/a എന്താ? ഇവിടെ നോക്ക് b²/a 15 അല്ലേ അല്ലെ? അങ്ങനെയെങ്കിൽ ഇവിടെ ഇതിന് എന്ത് ചെയ്താം? b²/a ആരാ? 15. താഴെ പിന്നെ ഒരു a ഉണ്ടാവുക. യെസ്, b²/a² എങ്ങനെ എഴുതാം? 15/a എന്ന് എഴുതാം അല്ലെ? ഇനി c²/a² എന്താ? c²/a² എന്ന് പറഞ്ഞാൽ c/a സ്ക്വയർ അല്ലേ? c/a എക്സെൻട്രിസിറ്റി അല്ലേ? അപ്പൊ എക്സെൻട്രിസിറ്റി സ്ക്വയർ ആവില്ലേ? എക്സെൻട്രിസിറ്റി 1/4 അല്ലേ? 1/4 സ്ക്വയർ എന്താ? 1/16 അല്ലെ? അങ്ങനെ ഈ 15/a എന്തായി? 15/a എന്താ? 1 - 1/16 അല്ലേ? 1 - 1/16 15/16 അല്ലേ? അപ്പൊ ഇത് കട്ട് ചെയ്താലേ a എന്താ? 16. a 16 ആയി അല്ലെ? a 16 ആയാലേ b² എന്താ? b² എന്ന് പറഞ്ഞാൽ 15a അല്ലേ? b² എന്താ? 15a അല്ലേ? സോ b² എന്താ? 15a. സോ b² = 15 × a എന്താ? 16. ഓക്കെ, ഇനി കാണാൻ പറഞ്ഞ ആരാ? a² + b² അല്ലേ? എന്താ a²? a 16 അല്ലേ? അപ്പൊ a² എന്താ? 16² പ്ലസ് b² എന്താ? 15 × 16. ഇതല്ലേ കാണാൻ പറഞ്ഞ് അല്ലെ? ഇത് കാണണമെങ്കിൽ ഒന്നേ 16² കാണാം, 15 × 16 കാണാൻ ആഡ് ചെയ്യുക അല്ലെ? അതിലേറെ ഈസി. ഇവിടെ 16 കോമൺ എടുക്കുക അല്ലെ? 16 കോമൺ എടുത്താലേ ഇവിടെ ബാക്കി ആരെ വരും? ഒരു 16 അല്ലേ? ഇവിടെ 16 പോയാൽ ബാക്കി എന്താ? 15 അല്ലേ വരിക അല്ലെ? അപ്പൊ ആൻസർ എന്താ? 16 × 16 + 15 31 അല്ലേ? അപ്പൊ 31 × 16 എത്രയാ? 6 18 1 3 എത്രയാ? 6 9 4 496 അല്ലേ? 496 ഓപ്ഷൻ 3 അല്ലേ വരിക? ഓക്കെ, സോ ഓപ്ഷൻ 3 ആൻസർ. വളരെ ഈസി അല്ല ഒരു കോണിക്കൽ ക്വസ്റ്റൻ ആട്ടോ.